യേശു മഹോന്നതനേ മഹോന്നതനേ വേഗം കാണാം വൽപ്രേമകാരനെ കാണാം സുന്ദരരൂപനെ ഞാൻ വിവേകമതി വേഗം കാണാം വൽപ്രേമകാരനെ കാണാം കഷ്ടതയേറെ സഹിച്ചവരും കല്ലേറടിയിടി കൊണ്ടു മരിച്ചവരും മശിഹായോടു വാഴുമ നാട്ടിൽ കഷ്ടതയേറെ സഹിച്ചവരും കല്ലേറടിയിടി കൊണ്ടു മരിച്ചവരും മശിഹായോടു വാഴുമ നാട്ടിൽ യേശു മഹോന്നതനേ മഹോന്നതനേ വേഗം കാണാം വൽപ്രേമകാരനെ കാണാം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി വിശുദ്ധ ലൂക്കോസിന് സുവിശേഷം 15-ാം അധ്യായം 17 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. ഇന്നത്തെ ചിന്ത പാപബോധത്തിലൂടെയുള്ള ശുദ്ധീകരണം എന്നുള്ളതാണ്. ഇന്നത്തെ വേദഭാഗത്ത് നാം ധ്യാനിക്കുന്നത് ധൂർത്തുപുത്രൻ്റെ ഉപമയാണ്. എല്ലാം നഷ്ടപ്പെട്ടവൻ പന്നികൾ കഴിക്കുന്ന വാളവര കൊണ്ട് വയറ് നിറയ്ക്കുവാൻ ആഗ്രഹിച്ചപ്പോൾ അതുപോലും ലഭിക്കാതെ വന്നപ്പോൾ അവന് സുബോധം വന്നു എന്ന് വചനം പറയുന്നു. പാപബോധം എന്നത് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്ന് അകന്നുപോയ അവസ്ഥ തിരിച്ചറിയുന്നതാണ്. പാപം മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നു. എന്നാൽ ദൈവം നമ്മെ തിരികെ വിളിക്കുന്നു. ഒരുവൻ തൻ്റെ തെറ്റ് മനസ്സിലാക്കുമ്പോൾ ശുദ്ധീകരണത്തിൻ്റെ യാത്ര ആരംഭിക്കുന്നു. ആത്മീയ പുതുക്കം ആരംഭിക്കുന്നത് താൻ തെറ്റിപ്പോയി എന്ന് സമ്മതിക്കുന്ന നിമിഷത്തിലാണ്. യുവാവ് പറയുന്നു, ഞാൻ എഴുന്നേറ്റ് എൻ്റെ അപ്പൻ്റെ അടുക്കൽ പോകും. ഇതാണ് യഥാർത്ഥ മാനസാന്തരം. തെറ്റ് തിരിച്ചറിഞ്ഞാൽ മാത്രം പോരാ, ജീവിതം മാറാനുള്ള തീരുമാനവും ഉണ്ടാകണം. അത് ദൈവത്തിങ്കിലേക്കുള്ള തിരിച്ചുവരവാണ്. പാപബോധം നമ്മെ പ്രവൃത്തിയിലേക്ക് നയിക്കണം. മടങ്ങി വരുന്ന യുവാവിനെ ദൂരവേ വെച്ച് തന്നെ പിതാവ് കാണുന്നു. പിതാവ് ഓടിവന്ന് നഷ്ടപ്പെട്ടു പോയ മകനെ ചേർത്ത് പിടിച്ച് ചുംബിക്കുന്നു. ഇത് ദൈവിക കരുണയുടെ അടയാളപ്പെടുത്തലാണ്. നാം പാപത്തിൽ നിന്ന് തിരിഞ്ഞു വന്നാൽ ദൈവം നമ്മെ സ്വീകരിക്കും. ദൈവം ശിക്ഷിക്കുവാൻ കാത്തിരിക്കുന്നവനല്ല, രക്ഷിക്കുവാൻ കാത്തിരിക്കുന്നവനാണ്. പിതാവ് പറഞ്ഞു, അവനെ മേൽത്തരമായ വസ്ത്രം ധരിപ്പിക്കുക, മോതിരമിടുക, ചെരുപ്പിടുക, ഉത്സവം നടത്തുക. ഇത് പാപമോചനവും പുനഃസ്ഥാപനവും സൂചിപ്പിക്കുന്നു. വസ്ത്രം പുതിയ ജീവിതത്തെ കാണിക്കുന്നു. മോതിരം മകനെന്ന സ്ഥാനം ഉറപ്പിക്കുന്നു. ഉത്സവം രക്ഷയുടെ സന്തോഷം പങ്കുവയ്ക്കുന്നു. പാപബോധത്തിലൂടെ വരുന്ന മാനസാന്തരം നമ്മെ വീണ്ടും ദൈവത്തിൻ്റെ മക്കളായി ഉയർത്തുന്നു. പ്രിയരെ, യഥാർത്ഥ മാനസാന്തരം ഈ നോമ്പ് നാളുകളിൽ നമുക്കുണ്ടാകട്ടെ. നഷ്ടപ്പെട്ടു പോയ അപ്പൻ്റെ അരികിലേക്ക് മടങ്ങി വരുവാനുള്ള ദിനങ്ങളായി ഈ നാളുകളെ നമുക്കൊരുക്കാം. പ്രാർത്ഥിക്കാം. കർത്താവേ, യഥാർത്ഥ രൂപാന്തരവും മാനസാന്തരവും ഈ നാളുകളിൽ എൻ്റെ ജീവിതത്തിൽ രൂപപ്പെടുവാൻ ഇടയാക്കണം. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.